അതായത് നമ്മളിന്ന് ഫസ്റ്റ് ഡിസംബർ ഇല്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ടായിട്ടില്ല. ഇത് അടിച്ച് കാണിക്കുമ്പോൾ അത് എല്ലാവർക്കും തനിയെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് ഈ ആഴ്ച ഒരാഴ്ച കൊണ്ട് ചെയ്തു വെച്ചിരുന്നാൽ മതി. ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്ത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് പ്രിന്റ് അതിലോട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഡിസംബർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ പടം കോപ്പി ചെയ്യാൻ പാടാണ്, പതിയൂല അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസംബർ മാത്രമേ അടിക്കുന്നുള്ളൂ. ഒരു ക്ലാസ് അതിന് മാത്രമാണ്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ പ്രിന്റും കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഞാനൊന്ന് ക്യാമറ ഒന്ന് തിരിച്ചോട്ടെ. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. കാണാമല്ലോ അല്ലേ? കാണാം. ഇത് ഡിസംബർ. ഇതെല്ലാരും ഒന്ന് പൊട്ടിക്കുക. ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാനുള്ള ഇതുണ്ട്. ഞാൻ ഇത് പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് പ്രയാസമായിരിക്കും ആദ്യം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് കുറച്ച് ഇതിൽ നിന്ന് എടുക്കുക. ഈ നമ്മൾ വാങ്ങിയല്ലോ, ഈ ബ്രഷ് കൊണ്ട് തന്നെ കുറച്ചെടുത്ത് ഒരു ബൗൾ എടുക്കണം. എല്ലാവരും ഇതുപോലത്തെ ബൗളിൽ അഴുക്കും പൊടിയും ഒന്നും ഇല്ലാതെ നല്ല ബൗളാണ്. ഇപ്പൊ കഴുകിക്കൊണ്ട് വന്നതാണ്. നമ്മള് ഫുഡ് മേടിക്കില്ലേ, അതിന്റെ അത് നല്ലൊരു സോപ്പിട്ട് കഴുകി എടുത്താലും മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വേസ്റ്റ്, നമുക്ക് അധികം ഉപയോഗമില്ലാത്ത ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഇത് കോരിയെടുക്കുക. ഒരു 4 തവി എടുത്ത് 4 ബ്രഷ് 4 പ്രാവശ്യം. കണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ഇതിനെ അങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ ലൂസാക്കണം. ഇപ്പൊ ആദ്യമേ ഒരുപാട് എടുത്ത് ഒഴിക്കണ്ട, ഒന്ന് കെയർഫുൾ ആയിട്ട് ഒഴിക്കുക. എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു എന്നേ ഉള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സായി വരണം. അതായത് ഈ ഇതിന്റെ ഇങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല. ഇത് പോരാ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണേ. നല്ല ലൂസാവണം. അതായത് നമ്മുടെ പാലിന്റെ ഒക്കെ ഒരു അത്രയും ലൂസാക്കണം. ആദ്യമേ ഒരുപാട് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ശരിയാക്കുക. ലൂസ് വീഴുന്ന കാണാമോ? ലൂസാക്കണം. കുറച്ചും കൂടെ ലൂസാക്കാം. ഇത് കുറച്ച് കട്ടിയാണ്. കുറച്ചും കൂടെ അങ്ങ് ലൂസാക്കാം. ഉണ്ടോ? ഇങ്ങനെ തവി ഇതില് ബ്രഷിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ വീഴണം നന്നായിട്ട്. ഇതാണ് ഡിസ്റ്റംബർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിനെ ഇതിലോട്ട് അടിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ബാക്ക് സൈഡ്. ഇവിടെ അല്ല അടിക്കേണ്ടത്. ഇതാണ് ബാക്ക് സൈഡ്. കാണാലോ? വെളുത്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ അടിക്കുന്നത്. ബാക്ക് സൈഡ് ഒരു ബ്രൗണിഷ് കളറാണ്, വൈറ്റ് അല്ല. കണ്ടോ? ആ ബ്രൗൺ ഷെയ്ഡ് ഉള്ള സ്ഥലം അല്ല, വൈറ്റ് സ്ഥലത്ത് വേണം നമ്മൾ അടിക്കാൻ. അപ്പൊ അതേ ഇത് എടുക്കുന്നു. ഇത് ആണ് മുകളറ്റം. അതിലേക്ക് ഇതിന്റെ പുറത്തല്ല, അതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കും. അങ്ങനെ നിങ്ങൾ വയ്ക്കരുതേ. ക്യാൻവാസിന്റെ പുറത്തൊന്നും വയ്ക്കരുത്. പുറത്ത് വെച്ചിട്ട് ഇതേ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ മാറ്റുക. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കെ അതിനോട്ട് തന്നെ തേച്ചെടുത്തിട്ട് ഈ ഭാഗത്ത് മാത്രം മതി നമുക്ക്. എന്നിട്ട് ഇതേ കാണാമോ? ഇത് ഇങ്ങനെ അടിക്കണം. അതായത് അവിടെ തന്നെ ഈ ഒരു ഡയറക്ഷനിൽ മാത്രം അടിക്കുക. ഇങ്ങനെ കണ്ടോ? നല്ലപോലെ. അതായത് നമ്മുടെ ഈ പോർസ് എല്ലാം അടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റംബർ അടിക്കുന്നത്. അപ്പൊ നമ്മുടെ പടത്തിന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള, അതായത് ഇതല്ലേ സ്പ്രെഡ് ചെയ്ത് വരും നന്നായിട്ട് പെയിന്റ് ഒക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇത് അടിക്കുന്നത്.
വീണ്ടും എടുക്കുന്നു. വീണ്ടും അതിന്റെ അടുത്തുനിന്ന് തന്നെ ഇങ്ങോട്ട് താഴോട്ട് മാത്രം അടിക്കണം. നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഒന്നും അടിക്കരുത്. തോരൻ ഇളക്കും പോലെ ഒന്നും ഇളക്കരുത്. താഴോട്ട് മാത്രം ഇങ്ങനെ. കണ്ടല്ലോ അല്ലെ? വീണ്ടും എടുക്കുന്നു. ചെയ്ത് നോക്കാമോ എല്ലാരും? മനസ്സിലായോ എല്ലാവർക്കുമെങ്കിൽ ഇത് ചെയ്തോളുക. ഇത് നമ്മൾ ഈ ഫുള്ളും ഈ ക്യാൻവാസ് ഫുള്ള് നമ്മളിങ്ങനെ അടിച്ച് ഒരു കോട്ട് ഫുള്ള് അടിക്കണം. കംപ്ലീറ്റ് ആയിട്ട് അടിക്കണ്ടേ ആ ക്യാൻവാസ്? കംപ്ലീറ്റ് അടിക്കണം. നമ്മൾ ആ ഈ ഒരേ ഡയറക്ഷനിലായിട്ട് വേണം സ്ട്രോക്സ് അടിക്കേണ്ടത്. ക്യാൻവാസും ഇതും ഇല്ലാത്തവര് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി വീട്ടിലിരുന്ന്. ഒരു ഗ്യാപ്പും വരാതെ വേണം അടിക്കാന്. കംപ്ലീറ്റ് ഫില്ലാവണം. ഗ്യാപ്പ് നമ്മളിങ്ങനെ ചരിഞ്ഞൊക്കെ നോക്കിയാൽ മതി. അപ്പൊ ആ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അവിടെ എല്ലാം ഫില്ല് ചെയ്യണേ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രോക്ക് അടിച്ചു. ഇനി ഇവിടെ അടിക്കുമ്പോഴേ ഈ ഇച്ചിരി ഗ്യാപ്പ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് അവിടെ എല്ലാം ഫില്ല് ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒരുപാട് കട്ടിക്ക് അടിക്കരുത്. ഡിസ്റ്റംബർ നല്ലപോലെ ലൂസ് ആക്കിയിട്ട് പിന്നെ ഒരുപാട് അത് ബ്രഷിൽ എടുക്കാനും പാടില്ല. കുറച്ച് ഒരു സൈഡ് നന്നായിട്ട് തുടച്ചിട്ട് മറ്റേ സൈഡ് വെച്ച് അതിലുള്ളത് മാക്സിമം പറ്റിയതിന് ശേഷം മാത്രം വീണ്ടും മുക്കിയാൽ മതി. നമ്മൾ ആദ്യം അടിച്ചത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഏത് രീതിയിലാണോ നമ്മൾ ആദ്യം അടിക്കുന്നത്, ഇങ്ങോട്ടാണെങ്കിൽ നെക്സ്റ്റ് കോട്ടിങ് അടിക്കേണ്ടത് ഓപ്പോസിറ്റ് വെർട്ടിക്കൽ, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇങ്ങനെ പോയെങ്കിൽ അടുത്തത് ഇങ്ങനെ. കാണുന്നുണ്ടോ? മനസ്സിലായി. ഫസ്റ്റ് കോട്ടിങ് നമ്മളിപ്പോ ഇതില് അടിച്ചത് ഇങ്ങോട്ടായിരുന്നു. ഇനി നമ്മൾ ഇതുപോലെ അതായത് നന്നായിട്ട് പെയിന്റ് ഇങ്ങനെ മുക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു സൈഡില് നന്നായിട്ട് അങ്ങ് കളഞ്ഞിട്ട് വച്ചിട്ട് കാണിച്ചു അടുത്തൊന്ന് കാണാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഫുള്ള് അങ്ങ് പോകുന്നവരെ എടുക്കുക കേട്ടോ. മുകളിൽ നിന്ന് അതിന് ശേഷം മാത്രം അടുത്തത് എടുത്താൽ മതി. ഇത് ഉണങ്ങിയിട്ട് മതിയല്ലോ അത്? നന്നായിട്ട് ഉണങ്ങിയിട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തന്നത്. വീണ്ടും അങ്ങനെ അടിച്ച് ഇത് ഫുള്ള് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫുള്ള് അടിക്കണം. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ. ആദ്യം അടിച്ചത് ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ ഏത് ഡയറക്ഷൻ ആയിരുന്നു എന്ന്. അപ്പൊ നെക്സ്റ്റ് ടൈം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ആദ്യം അടിച്ച അതേ ഡയറക്ഷനിൽ വീണ്ടും അടിക്കുക.